ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, നാം ഈ ചേർന്നിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ ദിക്ർ കേൾക്കാൻ, ഖുതുബ കേൾക്കുവാൻ വേണ്ടിയുള്ള ഈ ഒരു ഇരുത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂനല്ലാഹ ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹഹു. ഏതൊരു സംഘവും അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, വെള്ളിയാഴ്ചയിലെ ഖുതുബയെ കുറിച്ച് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണം. ഖുതുബ ദിക്റാണ്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും ആ ദിക്ർ കേൾക്കുകയും ചെയ്താൽ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹഹു, അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചായിരിക്കണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരേണ്ടത്. മറ്റു ഭൗതികമായ ഒരു ലക്ഷ്യങ്ങളും ഉണ്ടായില്ല എങ്കിൽ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, അഥവാ ഒരു മലക്ക് വിളിച്ചു പറയും. എന്താ പറയുന്നത്? അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും, എഴുന്നേറ്റോളൂ. അഥവാ ജുമാ കഴിഞ്ഞു പോകുമ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. തീർന്നില്ല, ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്, നിങ്ങളുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റി തന്നിരിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചകളിലും ഖുതുബക്ക് വരുമ്പോൾ നമ്മളുടെ പാപങ്ങൾ നന്മയായി മാറുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഏത് മജ്ലിസുൽ ഇൽമിലും, അറിവിന്റെ ഏത് മജ്ലിസിലും, ദിക്റിന്റെ ഏത് മജ്ലിസിലും ഈ പുണ്യമുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഖുതുബയെയും അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് സന്തോഷവാന്മാരായി തീരുക, അതേ സന്ദർഭത്തിൽ അതിനെ ദുരുപയോഗം ചെയ്യരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.